ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നല്ല മഴയും മഞ്ഞും ഒക്കെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ സ്ഥലത്തു നിന്നുള്ള വീഡിയോ ആയിട്ട് നല്ല മഞ്ഞാണ്ട് ഇവിടെ. ഇപ്പം മഴ ഇച്ചിരി കുറച്ച് സമയമായിട്ട് മഴയൊക്കെ ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനിട്ട മാലിച്ചീനിയുടെ വീഡിയോയിൽ 2-3 കമൻറ്റ് കണ്ടു. എന്താണ് മാലിമുളക്, അതുപോലെ തന്നെ മാലിമുളകിൻ്റെ അരി കൊടുക്കാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാലിമുളകിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ അവധിയാണ്, മഴയൊക്കെ കാരണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇന്നത്തെ കാലാവസ്ഥ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്താണ് മാലിമുളകെന്ന് ചോദിച്ചത് കണ്ട് ഇതിപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ള ഒരു മാലിച്ചീനിയാട്ടോ. ഇതേപോലെ ഒരു 3-4 ചീനികൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതേപോലെ ഇതിലും മുഴുത്ത മുളകാകും കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇതാണ് മുളക്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് പിഞ്ചിലിയാണെങ്കിൽ, അതായത് ഒരുപാട് മൂക്കാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്കിത് തോരൻ വെക്കാനെടുക്കാം. ഇതൊക്കെ ഇച്ചിരി മൂത്ത മുളകാണ് കേട്ടോ. അല്ല എങ്കിൽ നമുക്കിത് തൈര് മുളക് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. പിന്നെ തന്നെയല്ല ഇതൊക്കെ നമ്മൾ കടയിൽ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില കിട്ടുന്ന ഒരു മുളകാണ് കേട്ടോ. ഇപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് ചിലപ്പം വില കുറഞ്ഞ് നിൽക്കും, ചിലപ്പം വില കൂടി നിൽക്കും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മാലിച്ചീനി ഓരോ വർഷം ഞാനിങ്ങനെ മാലിച്ചീനി ഇതിൻ്റെ അരി പാകി കിളിപ്പിച്ച് ചെയ്യുമ്പം ഒന്നെങ്കിൽ മഴയില്ലാണ്ടാകും, അല്ലെങ്കിൽ മഴ കൂടിപ്പോകും. അങ്ങനെയൊക്കെ എൻ്റെ മാലിച്ചീനിയുടെ തൈ നഷ്ടപ്പെട്ടു പോകാറാണ്. തന്നെയല്ല ചിലപ്പോൾ ഇതിൻ്റെ അരി പാകിയാലും നമുക്ക് തൈ കിളുക്കാണ്ട് വരും. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഈ വർഷം ഇതിൻ്റെ പഴം പറിച്ച് ഇതിൻ്റെ ചോടിലേക്ക് തന്നെ ഇട്ട് അങ്ങനെ എനിക്ക് കിട്ടിയ തൈയാണ് ഞാൻ നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയ തൈ പറിച്ച് നട്ടു. ഇനി അതിന് നമുക്ക് വളമൊക്കെ ചെയ്താൽ മാത്രമേ അത് നല്ല രീതിയിൽ കായ്ക്കുള്ളൂ. അപ്പോൾ അരി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനതാണ് കൊണ്ട് കമൻറ്റ് വഴി കൊടുത്തു. ഇതിൻ്റെ അരിയൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ തൈയൊക്കെ നമുക്ക് നേഴ്സറി വഴി മേടിക്കാനായിട്ട് കിട്ടും, ഈ മാലിച്ചീനിയുടെ ഒക്കെ തൈ. അപ്പോൾ അത് ഇച്ചിരിയോടെ നല്ല തൈകളായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ നീര് നമ്മുടെ മേത്തൊന്നും പറ്റിക്കാൻ പറ്റത്തില്ല. തന്നെയല്ല ഇതിൻ്റെ കുരുവൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം, കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ഇതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അരി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതുപോലെ പുകയുന്നതാണ്. അത് ഭയങ്കരമായിട്ട് നീറ്റിലുണ്ടാവും ഈ മുളകിന്. ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഈ മുളകിന് ഭയങ്കര എരിവാണ്. അപ്പോൾ നമുക്കിത് തൈര് മുളകാക്കി എടുക്കുകയാണെങ്കിൽ ആ എരിവ് നമുക്കൊരു പ്രശ്നമല്ല. കാരണം നമ്മൾ തൈരിനകത്തിട്ട് എടുക്കുമ്പം, അല്ലാതെ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പുമീനകത്തൊക്കെ ഇട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം. എന്നാലും ഒരുപാട് എരിവൊക്കെ വേണ്ടവർക്കാണെങ്കിലേ അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈ ഞാനിങ്ങനെ പാകി എനിക്ക് കിളുത്ത് വരാഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ മുളക് പറിച്ചിട്ടത്. കാന്താരി ചീനിയുടെ മുളകെന്ന് വെച്ചാൽ വേറൊരു ടേസ്റ്റാണ്. ചില മാലിമുളകിനാണെങ്കിലും ഒരു മണമുണ്ട്, അതായത് ഒരു എന്തോ ഒരു ചൊനമണം പോലെയുണ്ട്. പക്ഷേ എല്ലാത്തിനും ഇല്ല, ചിലതിന് മാത്രം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന മാലിച്ചീനിയൊക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിലിപ്പോൾ അത്യാവശ്യം കായായി വന്നിട്ടുണ്ട്. ഇതിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്ന് കാ പറിച്ചെടുക്കാം. ഈ വർഷം വന്നേക്കുന്ന കായ്കളാട്ടോ ഇത്. ഈ വർഷം കായ്ച്ചിരിക്കുന്ന മുളകാണിത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, തോരൻ വെക്കാനോ അങ്ങനെയൊക്കെ എന്തിനൊക്കെയേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാരണം ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് സമയം കിട്ടുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കൃഷി രീതികളും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെയും എല്ലാവർക്കും ബൈ.